ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. റോസു ഇതെങ്ങടാ ഈ തിരക്കിട്ട് പോകണമെന്നറിയോ? റോസുടെ മാമൻ, അതായത് എൻ്റെ അനിയൻ, ഇന്ന് വെക്കേഷൻ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ വയ്യാതെ റോസു ലിഫ്റ്റിൻ്റെ ബട്ടണൊക്കെ മറന്നുപോയി. ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഇന്ന് വെക്കേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ അനിയൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും പിന്നെ എല്ലാവരുടെയും ലഗേജും ഒക്കെ കൂടി ആവുമ്പോൾ പിന്നെ കാറിൽ സ്ഥലമില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും പിന്നെ പോയില്ല എയർപോർട്ടിലേക്ക്. ദാ ബിൽഡിങ്ങിൻ്റെ താഴത്തെത്തിണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിയതാണ്. അവനെ കണ്ടപ്പോഴേ റോസ് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. കുറേ ദിവസമായിട്ട് കാത്തിരിക്കണതാണേ. സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടി കയ്യിലാക്കി. അമ്മമ്മോടും അച്ചാച്ചനോടൊക്കെ ഒരുപാട് സാധനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊടുന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പെട്ടി കയ്യിലാക്കിയിട്ടുള്ളത്. ഇനി റൂമിലെത്തിയിട്ട് വേണം ഇതൊക്കെ തുറക്കാൻ. റൂമിലെത്തിയ പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. വേഗം തന്നെ പോയി കത്രിക എടുത്തു തുടർന്ന് പെട്ടി പൊട്ടിച്ചു തുടങ്ങി. 2 പെട്ടിയാണ് ഉണ്ടായിരുന്നത്. അതിലത്തെ ആദ്യത്തെ പെട്ടി പൊളിച്ചിട്ട് ആദ്യം തന്നെ എടുക്കണത് കൊണ്ടാട്ടമുളകാണ്. പിന്നെ അടുത്തതായിട്ട് എടുക്കണത് മാമന്റെ പച്ചക്കറി തോട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറേ പച്ചക്കറി. മത്തങ്ങ, ചെരങ്ങ, വെണ്ടയ്ക്ക, ഇടിച്ചക്ക, കടച്ചക്ക പറഞ്ഞില്ലേ, അങ്ങനെ കുറേ പച്ചക്കറികൾ, വളമൊന്നും ഇടാത്ത നല്ല വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ഒരു കവറ് നിറയെ മൂവാണ്ടം മാങ്ങി ഗോമാങ്ങിയാണ്. റോസും അമ്മമ്മോടും അച്ചാച്ചനോടും ഏൽപ്പിച്ചതിൽ ഒരു സാധനം ഇതായിരുന്നു, മാങ്ങ. ഇനി അടുത്തത് വീട്ടിലെ കൊപ്പറ ആട്ടിയിട്ടുള്ള നല്ല നാടൻ വെളിച്ചെണ്ണ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വെക്കേഷന് ചെല്ലുകയാണെന്ന് പറയുമ്പോഴത്തേനും അച്ഛനും അമ്മയും കൊപ്പറയൊക്കെ ആട്ടി ഇതുപോലെ വെളിച്ചെണ്ണ റെഡിയാക്കി വെക്കും. എന്നിട്ട് ഞങ്ങൾ വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് അതെല്ലാം തന്നു വിടാറുണ്ട്. ഇനി അടുത്തത് ഒരു വലിയ പാക്കറ്റ് അരിമുറുക്കാണ്. പിന്നെ നാട്ടിൻപുറത്ത് ഉണ്ടാക്കി വിൽക്കണ പപ്പടം. റോസ് എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ്. റോസിന് ഇതൊക്കെ അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും സന്തോഷം പറഞ്ഞാലാവില്ല. പിന്നെ പയറിൻ്റെ ഇല. ഇത് ഞാൻ എൻ്റെ മാമനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്, പയറിൻ്റെ ഇല കുറച്ച് കൊടുത്തേക്കണേന്ന്. പിന്നെ സ്നാക്സിൻ്റെ ഒരു കവറ്. അതിൽ കുറേ തേൻ മിഠായി, അതുപോലെ ബർഫി, മിക്സർ, മുറുക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ അതിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത് തമിഴ്നാട് സ്റ്റൈലിലൊരു മുറുക്കാൻ തോന്നുന്നു, തട്ടവട എന്നൊക്കെ പറയുന്ന ഒരു സാധനം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പച്ച കുരുമുളക്. വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അമ്മ പൊട്ടിച്ച് കുറച്ച് കൊടുത്തു വെച്ചതാ. എനിക്ക് മീൻ വറക്കുമ്പോഴൊക്കെ അതിൽ ചേർക്കാലോ. പിന്നെ വലിയൊരു ചക്ക ഉണ്ട്. ചക്ക മുറിക്കാതെ അതിൻ്റെ പുറംതൊലി മാത്രം കളഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു വിട്ടേക്കുക. റോസുവിന് ചക്ക പൊന്തണമൊന്നുമില്ല, പക്ഷെ എന്നാലും പവർ കുറയ്ക്കാൻ പാടില്ലല്ലോ. അത് കാരണം കൊണ്ട് റോസ് തന്നെ എല്ലാം എടുത്തു വെച്ചു. ഇനി കറിവേപ്പിൻ്റെ ഇലയും പിന്നെ 2-3 തരം ചീരകളൊക്കെ ഉള്ള ഒരു കവറാണ്. അമ്മ അതിൽ കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചുവന്ന ചീരയൊക്കെ എൻ്റെ മാമൻ്റെ കൃഷിത്തോട്ടത്തിൽ ഉണ്ടായതാണ് കേട്ടോ. ഇനി ഇതെല്ലാം ഓരോ ദിവസമായിട്ട് എടുത്ത് കറി വെക്കണം. പിന്നെ കുറച്ച് ഇരുമ്പമ്പുളി കൊടുത്താച്ചുണ്ട്. ചില നാട്ടിൽ ഇതിന് ഓർക്കാപ്പുളിന്നോ ചിലിമ്പിക്കാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ റോസുടെ ഫേവറേറ്റ് കൊള്ളി ചിപ്സ്. ഇതോടുകൂടി ഈ പെട്ടി കാലിയായി. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. ചക്കയൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചക്കയ്ക്കൊന്നും ഒരു കേടും പറ്റിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മുറിച്ച് നോക്കാൻ. അതുപോലെ തന്നെ മാങ്ങയ്ക്കും യാതൊരു കേടും പറ്റിയിട്ടില്ല, ചതയെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ പെട്ടി തുറന്നു നോക്കാം. റോസു അതിൻ്റെ കവറൊക്കെ പൊളിച്ച് ഇവിടെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ പെട്ടിയുടെ മുകളിലിരിക്കുന്നത് കണിക്കൊന്നയാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കണിക്കൊന്ന. ഇത് അമ്മായിയും മാമനൊക്കെ കൊടുത്തയച്ചതാണ്. വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം അമ്മായി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അമ്മായിയോട് വെറുതെ പറഞ്ഞതാ, ഇവിടെ വിഷുവിന് കണി വെക്കാൻ നല്ല കണിക്കൊന്നൊന്നും കിട്ടിയില്ല, ഒക്കെ ചതഞ്ഞതായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ അനിയൻ വരുമ്പോൾ ഇതുപോലെ ഉള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരെണ്ണം കൊണ്ടുവരാൻ പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് എൻ്റെ അനിയൻ വരുമ്പോൾ അവർ മേടിച്ച് കൊടുത്തു വിട്ടതാണിത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി അടുത്തത് ഈ കവറിൽ കുറച്ച് ഡ്രസ്സുകളാണ്. റോസുവിനും എനിക്കും പിന്നെ എൻ്റെ ഏട്ടനും ഒക്കെ ഉള്ള ഡ്രസ്സുകളുണ്ട്. ഇനി അടുത്തതാണ് റോസുടെ ഫേവറേറ്റ് സാധനം, പൊരി. റോസു അമ്മമ്മോടും അച്ചാച്ചനോടും പറഞ്ഞതിൽ രണ്ടാമത്തെ സാധനം ഈ പൊരിയായിരുന്നു. പിന്നെ അമ്മ വീട്ടിൽ വറുത്തുണ്ടാക്കിയിട്ടുള്ള ചക്ക ചിപ്സ്. ചിപ്സിൻ്റെ കവർ ചെറുതായിട്ടൊന്ന് പൊട്ടി 2-3 എണ്ണമൊക്കെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഈ ഇല വാട്ടി പൊതിഞ്ഞ് കെട്ടി കൊടുത്തയച്ചിട്ടുള്ളത് അച്ഛൻ്റെ സ്പെഷ്യലി ചിക്കൻ വരട്ടിയതാണ്. നല്ല പച്ചക്കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തത് മത്തി വറുത്തതാണ്. ഞാൻ അമ്മോടും അച്ഛനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ മത്തി കിട്ടുകയാണെങ്കിൽ കുറച്ച് വറുത്ത് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്തി വറുത്തതാണ്. റോസും എല്ലാതും എടുത്തിട്ട് അപ്പുറത്തെ ഫോം ഷീറ്റിൻ്റെ മുകളിലേക്ക് വെക്കുന്നുണ്ട്. അടുത്തത് കുറച്ച് അച്ചാറാണ്, കടുമാങ്ങ അച്ചാർ. വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ ഇതും. അമ്മ ഉണ്ടാക്കണ കടുമാങ്ങ അച്ചാറും അടിപൊളി ടേസ്റ്റാണ്.
പക്ഷെ കടുമാങ്ങയുടെ എണ്ണ കുറച്ച് ലീക്കായിട്ടുണ്ട്, അത് പെട്ടിയിലെല്ലാം പോയിട്ടുണ്ട്. ഇനി അടുത്തത് അമ്മ വീട്ടിൽ എണ്ണ ഉണക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് പുളി കൊടുത്താച്ചുണ്ട്. ഞാൻ എപ്പോഴും ഇതുപോലെ പുളിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഉപയോഗിക്കാറ്. എനിക്ക് ഇവിടെയുള്ള പുളിയൊക്കെ മേടിക്കുമ്പോൾ ഒരു തരം അറപ്പാണ്. ഞാൻ പല പ്രാവശ്യവും അങ്ങനെ പുളി മേടിച്ച് നോക്കുമ്പോൾ അതിൽ നിറയെ മുടി, അതുപോലെ പക്ഷിയുടെ തോല് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ അറപ്പായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പുളിയൊക്കെ. പിന്നെ കുരുമുളകിൻ്റെ ഒക്കെ കവറ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കുരുമുളകും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കുരുമുളക് അമ്മ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ചില കവറുകളൊക്കെ പൊട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അച്ചാറിലൊക്കെ എണ്ണ ലീക്കായിട്ടുണ്ട്. റോസുടെ കയ്യിൽ മുഴുവൻ അച്ചാറിൻ്റെ എണ്ണയാണ്. പിന്നെ ഈ പെട്ടിയിലുണ്ട് ഒരു കുപ്പി വെളിച്ചെണ്ണയും അതുപോലെ റോസുടെ തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി കാച്ചിയ എണ്ണയും അമ്മ കൊടുത്തു വിട്ടുണ്ട്. എല്ലാ കവറുകളുടെ മുകളിലും എല്ലാ കുപ്പിമിലും ഒക്കെ അച്ചാറിൻ്റെ എണ്ണയായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴുകിയെടുക്കണം. ഇതൊരു തരം സ്വീറ്റാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ 6-ാം നമ്പർ എന്നൊക്കെ പറയും. പൂരപ്പറമ്പിലൊക്കെ പൊരിയുടെ കൂട്ടത്തിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഇത് കുറച്ച് കറുത്ത ഹൽവയാണ്. ഇത് റാഗി മുളപ്പിച്ച് പൊടിച്ചതാണ് കേട്ടോ. ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗി മുളപ്പിച്ചിട്ട് ഉണക്കി പൊടിച്ച് കൊടുത്തേക്കാൻ. അതാണിത്. വെയിറ്റ് കൂടിയാലോ എന്ന് പറഞ്ഞിട്ട് അമ്മ എല്ലാം കവറിലിട്ടിട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത്. അടുത്തത് വീട്ടിലുണ്ടാക്കി നല്ല അടിപൊളി നെയ്യ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നെയ്യ് മാത്രം ലീക്കായി ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് മാങ്ങ വെട്ടി ഉണക്കി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അച്ചാറിട്ടതാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കണ എല്ലാ അച്ചാറും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അടുത്തത് മുളക് പൊടിയാണ്. ഇതും എൻ്റെ അമ്മ വീട്ടിൽ മുളക് കഴുകി ഉണക്കി പൊടിച്ചു കൊടുത്തയച്ചതാണ് കേട്ടോ. മുളക് പൊടിയുടെ കവറും ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് റോസിന് വേണ്ടിയിട്ട് അമ്മമ്മ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് കൊടുത്തയച്ചതാണ്. റോസുടെ ഫേവറേറ്റ് സാധനങ്ങളിൽ റോസ് ഏൽപ്പിച്ച വേറെ ഒന്നാണ് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്. പെട്ടി ഏകദേശം കാലിയായി. അവസാനമായിട്ട് അതിൽ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഉണ്ട്. ഈ മഞ്ഞളും അമ്മ വീട്ടിൽ പൊടിപ്പിച്ച് കൊടുത്തയച്ചതാണ് കേട്ടോ. കണ്ടോ, പെട്ടിയുടെ അടിയിൽ നിറയെ അച്ചാറിൻ്റെ എണ്ണ പോയിട്ടുണ്ട്. അതിലാണെങ്കിൽ കുരുമുളകും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി ആ കുരുമുളക് എല്ലാം പെറുക്കിയെടുക്കണം. ഇത്രയും സാധനങ്ങളാണ് ഈ 2 പെട്ടിയിലും കൂടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൽ ബോട്ടിലാക്കാനുള്ളതൊക്കെ അതിലാക്കി വെക്കണം. അല്ലാത്തതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അതാണ് ഇനി അടുത്ത ടാസ്ക്. റോസുടെ ഫേവറേറ്റ് മോരും അതുപോലെ ചാമ്പയ്ക്കയും ഇത് ഹാൻഡ് ബാഗിൽ ഉണ്ടായിരുന്നാണ് കേട്ടോ. ഈ ചാമ്പയ്ക്കൊക്കെ ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ സ്മിത ചേച്ചി കൊടുത്തയച്ചതാണ് റോസുന് വേണ്ടിയിട്ട്. റോസുന്റെ ഫേവറേറ്റ് ആണ് ചാമ്പയ്ക്ക. വിഷുവിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ ഷോപ്പിലും നോക്കിയിട്ട് എനിക്ക് വാൽക്കണ്ണാടി കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വാൽക്കണ്ണാടി കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മായിയുടെ മോള് റോസിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചതാണ് ഈ കളർഫുൾ പൊട്ട്. 80s കിഡ്സിനും 90s കിഡ്സിനൊക്കെ ഇതൊരു നൊസ്റ്റാൾജി ആവൂല്ലേ. റോസിന് സ്കൂളിൽ ഓരോ പ്രോഗ്രാംസിനൊക്കെ ഇതുപോലുള്ള പൊട്ടൊക്കെ ആവശ്യമാണ്. അതുപോലെ വേറൊന്ന് കൺമഷി, അതുപോലെ ആ കൺമഷി വെച്ചിട്ട് പൊട്ട് കുത്താനുള്ള ഒരു അച്ചും. കവറിലുണ്ടായിരുന്ന ഡ്രസ്സാണിത്. ഒരു പാൻറ് ഷർട്ട് എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ലൈറ്റ് ബ്ലൂ കളറ് പാൻറ്റും അതുപോലെ ചെക്ക് ഷർട്ടും. റോസിന് വേണ്ടിയിട്ട് ഒരു ടോപ്പ്. ഈ ടോപ്പ് അമ്മ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചതാന്ന് തോന്നുന്നു. എന്താണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് റോസിന് വേണ്ടിയിട്ട് ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ലെഹങ്കയാണുള്ളത്. ഒരു ക്രോപ്പ് ടോപ്പ്, എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ അതിലേക്കൊരു നെറ്റിൻ്റെ ഷോളും. ടോപ്പിലുള്ള അതേ എംബ്രോയ്ഡറി വർക്ക് ഷോളിൻ്റെ സൈഡിലും ചെയ്തിട്ടുണ്ട്. ഷോൾ അത്യാവശ്യത്തിന് നീളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് അതിൻ്റെ സ്കേർട്ടാണ്. സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് അത്യാവശ്യം നീളത്തിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. പിന്നെ മേൽഭാഗത്തേക്ക് മുഴുവൻ നെറ്റും. റോസിന് എന്തായാലും റോസുടെ ഡ്രസ്സ് നന്നായി ഇഷ്ടപ്പെട്ടു. റോസുടെ ഫേവറേറ്റ് കളറാണ് ഈ ലാവൻഡർ കളറ്, പർപ്പിൾ കളറൊക്കെ. ഇനി അടുത്തത് എനിക്ക് വേണ്ടിയിട്ട് കൊടുന്നൊരു ടോപ്പാണ്. വൈറ്റ് കളറിൽ യോക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ടോപ്പ്. ഫ്രണ്ടിൽ 2 ടാസൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവർക്ക് അറിയാം എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ. അധികവും ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ കോട്ടൻ്റെ ഡ്രസ്സ് അതുപോലെ എംബ്രോയ്ഡറി വർക്കുള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യാറുള്ളൂ. ഞാൻ അധികം ഈ സീക്വൻസ് വർക്ക് ഉള്ളതൊക്കെ അങ്ങനെ ഒഴിവാക്കാൻ നോക്കും. എനിക്കതൊന്നും അത്ര താല്പര്യമില്ല. അത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് അവർ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇത് 2ാമത്തെ ടോപ്പാണ്. ഇതും അതുപോലെ ഒരു കോട്ടൻ്റെ ടോപ്പാണ് കേട്ടോ. പിന്നെ റോസിന് സ്കൂളിലേക്ക് പോകുമ്പോൾ യൂണിഫോമിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് 2 പെറ്റിക്കോട്ട് കൊടുത്താച്ചിട്ടുണ്ട് വൈറ്റ് കളർ. ഇത്രയേ ഉള്ളൂ ഡ്രസ്സുകൾ. ഇതെല്ലാം ഞങ്ങൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അവർ 1 മാസത്തോളമായി ഓരോന്നായിട്ട് ഒരുക്കി വയ്ക്കണം. ഇതെല്ലാം ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും അച്ഛനും അമ്മയും കൊടുത്തേക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ്. അവനാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് അതെല്ലാം അവനാൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുത്തേക്കണം. അച്ഛനും അമ്മേനും കിട്ടിയതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം. അവരെന്നും ആയുസ്സും ആരോഗ്യത്തോടും കൂടി ഇരിക്കണം എന്നുള്ളത് എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ട്.
അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.